എൻ്റെ പൊന്നാര മക്കളെ ചിരിച്ചു മരിക്കും. സത്യം പറയണം, ഈ വീഡിയോ കാണാതെ പോകരുത്. കാണാതെ പോയാൽ നിങ്ങൾക്ക് എൻ്റെ നഷ്ടം. സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു ആണ് ഒരു ട്രാൻസ് വുമനെ സ്നേഹിച്ച് കല്യാണം കഴിച്ച എന്താണ് പ്രശ്നം? കല്യാണം ഉടനെ ഉണ്ടോ? കല്യാണം ഓൾറെഡി നിക്കാഹ് കഴിഞ്ഞതാ. ഞങ്ങൾ മുസ്ലിം ഇതുപോലെ നിക്കാഹ് കഴിഞ്ഞ ഭാര്യ ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരാണ് ഒരു ട്രാൻസ് വുമനെ കല്യാണം കഴിച്ചോട്ടെ. ഈ ഒരാണല്ലേ, അപ്പൊ ഇജ്ജ് പോയിട്ട് കെട്ട്, ഇജ്ജ് വേറെ ട്രാൻസ് വുമനെ കല്യാണം കഴിക്കും. ഈ ഒരാണാണല്ലോ, ഈ ആണായിട്ട് ഒരു പെണ്ണിന്റെ വേഷം കെട്ടി നടക്കുന്നുണ്ട്. ഈ ആണാണ്, ഈ ആദ്യം ഒരു നിക്കാഹ് കഴിച്ചിരുന്നു, എന്റെ സുന്നത്ത് കല്യാണം പറഞ്ഞ സംഭവം കഴിഞ്ഞതാണ്, ഇതൊക്കെ കഴിഞ്ഞത് ഇജ്ജ് ഒരാണാണ്. പിന്നെ ഇജ്ജ് എപ്പോഴാ ഈ എന്താണ് ട്രാൻസ്ജെൻഡർ ആയത്? ഇജ്ജ് എപ്പോഴാ അതെപ്പോഴായത്? എന്താണ് പ്രശ്നം? ഒരു പ്രശ്നമല്ല, ഒരു പ്രശ്നമല്ല. പക്ഷെ ഈ പറഞ്ഞു ഇസ്ലാം വിധി പ്രകാരം തന്നെ ഞങ്ങളെ നിക്കാഹ് കഴിഞ്ഞു. ഇതെങ്ങനെ ട്രാൻസ്പോർട്ടർ അല്ല ട്രാൻസ് വുമൻ ആകാം? ഇതെങ്ങനെ ആദ്യം വെറും ട്രാൻസ്പോർട്ടറാണ്, അത്രയല്ലേ ഓടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഈ ട്രാൻസ് വുമൻ അല്ല. ട്രാൻസ് വുമനെ പറ്റി പറയണ്ട, അവറ്റങ്ങൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. അവറ്റങ്ങളേക്ക് പറയണ്ട. ഈ അവറ്റങ്ങളുടെ വില കളയാൻ വേണ്ടിയിട്ട് അവരെ കമ്മ്യൂണിറ്റി പറഞ്ഞാൽ അവരൊക്കെ ചേർക്കാൻ നിൽക്കണം. അന്നെ നിയമപ്രകാരം ഈ കല്യാണം കഴിച്ചു UAE എന്ന് പറഞ്ഞു. ആരാണക്ക് ഈ ഇതൊക്കെ കൈ പിടിച്ച് തരലും അതിന് വേണ്ട കാര്യങ്ങൾ ഓതി തന്നിട്ട് ഇതാക്കിയിട്ട് ഒന്ന് നക്കിയമ്മ ഒന്ന് കൊണ്ടിത്തമ്പി ഇത് രണ്ടാളും ഉസ്താദുമാരായിട്ട് തന്നിരുന്നു. എന്നിട്ട് എന്ത് പറഞ്ഞിട്ട് അങ്ങക്ക് തന്നിരുന്നു? ഇങ്ങനെ ഓൻ്റെ മുട്ടാണി അണക്കും ഇവൻ്റെ മുട്ടാണി അണക്കും ഇതാക്കിയിട്ട് മഹറാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടാളുടെ മുട്ടാണി പോലും മോതിരട്ടാണ് അതാ മഹർ തന്നിരുന്നു. എന്താ ഇപ്പം നിങ്ങളെ അവസ്ഥ? എന്തിനാ ഇസ്ലാമിനെ കൊണ്ടുവരുന്ന? ട്രാൻസ് വുമൻ കല്യാണം കഴിച്ച സ്ട്രൈറ്റ് എന്നെ പറഞ്ഞു അവൻ ബൈസെക്ഷൽ ആണെന്ന്. ആര്? എൻ്റെ മറ്റേ ബൈസൈക്കിളാണ് ബെന്ന് മറ്റവൻ പറഞ്ഞിരിക്കണം. ആര്? എൻ്റെ ആഷിക്ക്, എൻ്റെ കുണ്ടനളിയങ്ക ഇത് പറഞ്ഞിരുന്നു. അത് ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ തന്നെ കളിക്കാൻ പറഞ്ഞു. എന്താപ്പം നിങ്ങളെ കളി? എന്താപ്പം നിങ്ങളെ ഉദ്ദേശം? എടാ നാണുണ്ടോ? എന്നിട്ട് എന്തിനാ ഈ ഇസ്ലാമിനതിൽ കൊടുത്തിരുന്നു? എടാ ഇസ്ലാമിൽ ഈ ആണും കല്യാണം കഴിക്കുന്നത് ഹറാമന്നെ. ആണും സംയോഗം ചെയ്യണത് ഹറാമന്നെ. ഈ ചെയ്യണത് ഫുള്ള് ഹറാമന്നെ. നിങ്ങൾക്ക് ഈ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു, ഓനും ഒരു പെണ്ണിനെ കല്യാണം കഴിക്കട്ടെ, എന്നിട്ട് ഒരു കുടുംബം ഉണ്ടാക്കി, ഒരു സമൂഹം ഉണ്ടാക്കി. അതാ വേണ്ടത്, അതാ ഹലാലേ. അത് ആര് വേണമെങ്കിൽ കെട്ടിക്കോ, അതിന് ഇന്ന ആളെന്നൊന്നുമില്ല. ഇസ്ലാമിനെ കൂട്ടുപിടിച്ചിട്ട് കുണ്ടനടിക്കാൻ കൂട്ടണ്ട, അതൊക്കെ ഹറാമാ. അതെല്ലാരും ഒരു ആണ് പെണ്ണിന്റെ വേഷം കെട്ടുന്നതും ഒരു പെണ്ണ് ആണിന്റെ വേഷം കെട്ടുന്നതും ഹറാമാ. ഈ ഒരാണായിട്ട് ഇമ്മാതിരി തമ്മാടിത്തരം കാണിച്ച് ചർച്ചയും വെച്ചിട്ട് ആൾക്കാരെയും പറ്റിച്ചിട്ട് ഞാൻ ഒരു പെണ്ണല്ലേ എങ്ങനെ? ഈ ഒരാൾ സംസാരം മാറ്റിയിട്ടോ ഒരു പെണ്ണ് ഞാൻ പെണ്ണാട്ടാ അങ്ങനെ പറഞ്ഞാൽ ആവൂല. അത് അതിന്റെ സംഭവങ്ങളുണ്ട്. എനിക്ക് താടി മീശിട്ടായിരുന്നു ഈ ഹോർമോൺ ചികിത്സ നടത്തിയത്. മറ്റേ എന്താണ് എന്ത് പണ്ടായിരുന്ന ലേസർ ചികിത്സ, അത് താടി മീശ അധികമുള്ളവർക്ക് ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്കും ചിലപ്പോൾ അത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാനത് ആണല്ലാതിരിക്കുമോ? എന്താണ് എൻ്റെ ഉദ്ദേശം? ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ച് എല്ലാം കളഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇവരെ കല്യാണം കഴിച്ചു കൊടുത്തത് ആരാണക്ക് നിക്കാഹ് ചെയ്തെന്ന്? ഇസ്ലാം വിധി പ്രകാരമായി കല്യാണം കഴിച്ചു തന്നു. ആരാണക്ക് കല്യാണം കഴിച്ചത്? ഇസ്ലാം വിധി പ്രകാരം ഒന്ന് കല്യാണം കഴിച്ചിട്ടുണ്ട് ഒരു പെണ്ണിനെ. ആ പെണ്ണിനെ എന്നെ ഫസായി ചെല്ലിയിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം ഈ അത് മറ്റേ തിരിച്ച് മൊഴിയെല്ലാം പറഞ്ഞിട്ട് ഈ ചെല്ലുന്നില്ല. അപ്പോൾ അവളെന്നെ അന്ന വഴിയല്ലി ഒഴിവാക്കി. അതല്ല ഈ അമ്മാര് കളിയിൽ കളിച്ചിരുന്നു. അനക്ക് ആരാ നക്കിമയും കുണ്ടിത്തമ്പിയ ഈ കൈ പിടിച്ച് തന്നിട്ട് എൻ്റെ മുട്ടാണി അവനക്കും ഓൻ്റെ മുട്ടാണി അണക്കും അങ്ങനെ പറഞ്ഞിട്ട് എഴുതി തന്ന്. അതാ ഇസ്ലാം? അതല്ല ഇസ്ലാം മുട്ടാ. ഇസ്ലാമിൽ കുറേ കാര്യങ്ങളുണ്ട്, നിങ്ങൾ ചിന്തിക്കണ കാര്യമൊന്നുമല്ല. പിന്നെ ഈ പെണ്ണുവേഷം കെട്ടിയിട്ട് ഇതാക്കിയിട്ട് ഓരോ അമ്പലത്തിലേക്ക് പോകുമ്പം അവറ്റങ്ങൾ ശുദ്ധി കലശം ചെയ്യണം. അവറ്റാളെ ഇടങ്ങറാക്കരുത്. നിങ്ങൾ ഇങ്ങനെ ജീവിച്ചു ഒരു പ്രശ്നമില്ല. ഈ പ്രഹസനം വേണ്ട, ദീനെ പിടിക്കണ്ട. പിന്നെ ഒരു ഉമ്മയുടെ കണ്ണീരുള്ളിടത്തോളം കാണിച്ച് എന്താക്കിയാലും ഉണ്ടല്ലോ, നിങ്ങൾ ഒരു സ്ഥാനത്ത് നിങ്ങൾ വിചാരിക്കണ്ട. ദജ്ജാലിനെ പന പോലെ പടച്ചോൻ വളർത്തും. നിങ്ങളെപ്പോലെ പല ആൾക്കാരുടെ മുമ്പിൽ കൊണ്ടുവന്ന് തുള്ളിക്കും, പല ഇതുമാക്കും, പല ആൾക്കാരും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഒരു നാളിൽ നിങ്ങളൊരു പിടുത്തുണ്ട്. ആ പിടുത്തം എത്തുമ്പോഴാണ് ഉമ്മ പറഞ്ഞിരുന്നത് സത്യമാണ്, ആ ശാപം തലേന്ന് പോയിട്ടില്ല എന്ന് മനസ്സിലാവുക കേട്ടോ. എന്നിട്ട് ആര് മുതുക്കാൻ ആണൊരുത്തം വന്നിട്ടേ 4 ചക്കണികൾ ഒരു ലോഡ് പറകിൽ ഒരു ചെമ്പിലിട്ടിട്ട് പുഴിഞ്ഞെടുത്താലും കൂടി ഇത് വേവൂല, അത്രയും മൂപ്പുണ്ട് എനിക്ക്. എന്നിട്ട് ഒരു ട്രാൻസ്പോർട്ടർ ഇതാക്കി കഴിഞ്ഞാൽ കെട്ടാൻ പറ്റും. എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. നിങ്ങൾ ആരെയും കെട്ടിക്കോ. ഇതിൽ വന്നിട്ട് ഇങ്ങനെ ഈ ചെറിയ മക്കളുണ്ടല്ലോ, അവറ്റങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഈ അറാമ്പറപ്പ് കാണിക്കുമ്പോൾ അവറ്റങ്ങൾ നാളെ കണ്ടുപഠിക്കും. അത്ര ആവശ്യമുള്ളൂ. അതുകൊണ്ടായി പ്രതികരിക്കുന്നത്.
ചേറ്റകള്